വിശദമായ വാർത്തകളിലേക്ക്. കാര്യവട്ടം ഏകദിനത്തിനുള്ള ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ തിരുവനന്തപുരത്ത് എത്തി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഉമേഷ്, ഇരു ടീമുകളും ഏകദിനത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാര്യവട്ടത്ത് ഒരുക്കങ്ങൾ പൂർണ്ണമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഞായറാഴ്ചയാണ് മത്സരം. മറ്റു വിവരങ്ങൾ? കാര്യവട്ടത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്. എന്തായാലും ടീം കൃത്യസമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. കൊൽക്കത്തയിൽ നിന്ന് പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിലായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് ടീം അംഗങ്ങൾ എത്തിയത്. ആദ്യം ഇന്ത്യൻ ടീമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ക്യാപ്റ്റൻ അടക്കമുള്ളവർ ഇറങ്ങി. അവർക്ക് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള ഹയാത്ത് ഹോട്ടലിലാണ് താമസമൊരുക്കിയിട്ടുള്ളത്. അവർ ഹോട്ടലിലേക്ക് മാറിയിട്ടുണ്ട്. കൂടാതെ മറ്റ് ടീമംഗങ്ങൾ, അതായത് ശ്രീലങ്കൻ ടീമംഗങ്ങൾക്ക് താമസമൊരുക്കിയിരിക്കുന്നത് ലുവാന്തയിലാണ്. ലുവാന്തയിലേക്ക് അവരും മാറിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് പൂർണ്ണ വിശ്രമമാണ്. നാളെ മാത്രമാണ് പരിശീലനത്തിന് ഇറങ്ങുന്നത്. നാളെ ആദ്യം ശ്രീലങ്കൻ ടീമിനാണ് പരിശീലനം. 1 മണി മുതൽ 4 മണി വരെ അവർ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനെത്തും. അതിനുശേഷം ഇന്ത്യൻ ടീം എത്തും. ഇന്ത്യൻ ടീമിന് 5 മണി മുതൽ 8 മണി വരെയാണ് പരിശീലന സമയം. മറ്റന്നാൾ 15-ാം തീയതി ഉച്ചയ്ക്ക് 1:30-ക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഡേ നൈറ്റാണ് മത്സരം. എന്തായാലും കഴിഞ്ഞ രണ്ടാമത്തെ ഏകദിനമാണ് കാര്യവട്ടത്ത് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഏകദിനത്തിൽ മിന്നുന്ന പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചിരുന്നു. മികച്ച ഫോമിൽ ബാറ്റിംഗ് പിച്ചാകുമെന്ന് കരുതിയെങ്കിലും അത് ബോളിംഗ് പിച്ചായി മാറുകയാണ് ഉണ്ടായത്. എന്തായാലും സമാനമായ ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം ഇത്തവണയും വൈകുന്നേരങ്ങളിൽ കാലാവസ്ഥ ചെറുതായി മാറുന്നുണ്ട്. ഒരുപക്ഷെ മഞ്ഞുവീഴ്ചയെല്ലാം ഈ രീതിയിൽ പിച്ചിന്റെ സ്വഭാവത്തെ മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്യൂറേറ്റർമാർ പിച്ചിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇത്തവണ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. എന്തായാലും നാളെ പരിശീലനത്തിനെത്തുമ്പോൾ ഏകദേശം ഒരു ധാരണ, പിച്ചുമായി ബന്ധപ്പെട്ട ധാരണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. കാര്യവട്ടത്ത് നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിനത്തിനായി ഇരു ടീമുകളും എത്തിയിരിക്കുന്നു. നാളെ പരിശീലനം, മറ്റന്നാളാണ് മത്സരം നടക്കുക. വയനാട് മാനന്തവാടി പുതുശ്ശേരിയിൽ കടുവ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശമിപ്പിക്കാൻ ചർച്ച തുടങ്ങി. മാനന്തവാടി താലൂക്ക് ഓഫീസിൽ ജില്ലാ കളക്ടർ എ ഗീതയുടെ അധ്യക്ഷതയിലാണ് ചർച്ച. ADM, DFO, മാനന്തവാടി MLA OR കേളു, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതേസമയം 30-അംഗ ദൌത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. കുങ്കിയാനകളെ എത്തിച്ചാണ് തെരച്ചിൽ. രതീഷ് വാസുദേവൻ വിവരങ്ങൾ നൽകും. രതീഷ്, വളരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. ഈ കേവലമായ ധനസഹായത്തിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല എന്നുള്ളതാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ച എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ആര്യ, ഇവിടെ ചർച്ച തുടരുകയാണ്. കാരണം ഇവർ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത്. ജില്ലാ കളക്ടറുണ്ട്, ADM ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, വനംവകുപ്പിന്റെ DFO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, തഹസിൽദാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, OR കേളു MLA, മാനന്തവാടി MLA ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. എന്നാൽ ഈ ധനസഹായം സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിൽ വലിയ വാഗ്വാദമായിരുന്നു അല്പസമയം മുമ്പ് യോഗത്തിൽ ഉൾപ്പെടെ ഉണ്ടായത്. വലിയ പ്രതിഷേധം അവിടെയുള്ള നാട്ടുകാരും രാഷ്ട്രീയ കക്ഷികളൊക്കെ രേഖപ്പെടുത്തി. എന്തായാലും അത് സംബന്ധിച്ച് വീണ്ടും വിശദമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തുക നൽകുന്നതിന് സാങ്കേതികമായി ആവില്ല എന്ന നിലപാടാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ചർച്ച വീണ്ടും ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിൽ വനംവകുപ്പിന്റെ ദൌത്യസംഘം കടുവയെ തിരയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഈ പ്രദേശത്ത്. എന്നാൽ കടുവയുടെ സാന്നിധ്യം പലയിടത്തും കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പൂർണ്ണത, ഏത് ഭാഗത്തേക്കാണ് നീങ്ങിയതെന്നും മറ്റുമുള്ള വ്യക്തത ഈ ദൌത്യസംഘത്തിന് ലഭിക്കുന്നില്ല. എന്തായാലും ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ദൌത്യസംഘം പൂർണ്ണമായും തെരച്ചിൽ നടത്തും. മാത്രമല്ല ഇന്നും വൈകിട്ട് രാത്രിയിൽ ഈ പ്രദേശങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ കൂടുകൾ സ്ഥാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുങ്കിയാനകളുടെ സഹായത്താലാണ് ഉൾഭാഗങ്ങളിൽ ഈ വലിയ തോട്ടങ്ങളുടെ സ്വകാര്യ തോട്ടങ്ങളുടെ ഉൾഭാഗങ്ങളിൽ കുങ്കിയാനുള്ള സഹായത്തോടു കൂടിയും തെരച്ചിൽ നടത്തുന്നുണ്ട്.
എന്നാലും ജനങ്ങളുടെ പ്രധാന ആവശ്യം മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതാണ്. എന്നാൽ കടുവയുടെ സാന്നിധ്യം കൃത്യമായി സ്ഥിരീകരിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് വനംവകുപ്പിന് സാങ്കേതികമായി പോകാൻ കഴിയുള്ളൂ. അതാണ് ഇപ്പോഴുള്ള പ്രശ്നം. ആര്യ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ധോണിയിൽ ജനങ്ങളെ ഭീതിയിലാക്കിയും കൃഷി നശിപ്പിച്ചും PT7 ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുന്നു. കൂട് നിർമ്മാണം പൂർത്തിയായതോടെ ആനയെ പിടികൂടാൻ ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പതിവ് പോലെ ഇന്നലെ രാത്രിയും PT7 ഇറങ്ങി. ഒപ്പം 2 കാട്ടാനകളും. ആനക്കൂട്ടം ഈ മേഖലയിലെ നെൽകൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഭീതിയിലാണ്. ഇവിടെ ഇന്നലെ കാലത്ത് പോലെ 7 മണിയാകുമ്പോൾ ഇതിൽ കൂടെ ആന പോയിരിക്കുകയാണ്. ഇത് ഒത്തിരി അത് അവിടെ കേട് വരുത്തിയിട്ടുണ്ട് നെല്ല്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? ഈ ആനന്റെ ശല്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഈ ചെയ്തവർക്ക് ഇത്രയും ബുദ്ധിമുട്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് പെട്ടെന്ന് വയ്യാതെയായി. ആ ഓട്ടോറിക്ഷ ആരും വരാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ആനനെ പൊടിച്ചിട്ട് ആരും വരില്ല പറഞ്ഞ പാടത്ത് കൃഷി ചെയ്തത് ഇങ്ങനെയായി. അങ്ങനെ നഷ്ടം തന്നെയാണ്. PT7 പിടിച്ചാൽ തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനിയും നീളാതെ കാട്ടാനയെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. രാവിലെ 6:30ഓടെയായിരുന്നു സംഭവം. ദേശീയപാതയിലെ വളവ് തിരിഞ്ഞു വന്ന ബൈക്ക് ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. അയ്യോ ഓടാ, ഓടി വേടാ, ഓടി വേടാ, ഇങ്ങോട്ട് ഓടാ, ഓടി വേടാ. ആനകൾ മെയിൻ റോഡിൽ നിൽക്കുക സാർ. ആന അയ്യോ 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 ഓടാ 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 ഇടാ ഓടേ അയ്യോ ഓടാ ഓടി വേടാ ഓടി വേടാ. ആന പാഞ്ഞടുത്തെങ്കിലും സമീപത്ത് നിന്ന് ആളുകൾ ബഹളം ഉണ്ടാക്കിയതോടെ ആക്രമിക്കാതെ മാറിപ്പോവുകയായിരുന്നു. നിരവധി പേരെ കൊലപ്പെടുത്തിയ മുറിവാലൻ എന്ന ആനയുടെ മുന്നിൽ നിന്നാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. നാളെ മകരവിളക്ക്, സന്നിധാനം ഒരുങ്ങി. മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങി സന്നിധാനം. നാളെയാണ് മകരവിളക്ക്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്ത് എത്തും. വൈകിട്ടാണ് പമ്പാവിളക്ക്. പമ്പയിൽ നിന്ന് ഷാനോസ് ഡേവിഡ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാനോസ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ മകരജ്യോതി ദർശനത്തിനായി. വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത്. ഒരുക്കങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനോടകം തന്നെ മറ്റു വിവരങ്ങൾ. രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ഈ നീണ്ട ക്യൂവിനെ പമ്പയിൽ നിന്ന് വരുന്ന മുഴുവൻ തീർത്ഥാടകരെയും 7 സെഗ്മെന്റുകളാക്കി തിരിച്ചാണ് പമ്പ ഗണപതി കോവിലിന് സമീപത്തെ പരിശോധനാ കേന്ദ്രത്തിലേക്ക് കടത്തിവിടുന്നത്. അതായത് 7 ഘട്ടങ്ങളായി വടം കെട്ടി തിരിച്ചാണ് തീർത്ഥാടകരെ തടഞ്ഞു നിർത്തുന്നത്. ഏതാണ്ട് ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് 150നും 200നും ഇടയ്ക്ക് വരുന്ന തീർത്ഥാടകരുടെ സംഘത്തെയാണ് ഒരു സെഗ്മെന്റാക്കി പോലീസുകാർ കണക്കാക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി ഇന്നത്തെ ഒരു തിരക്ക് കണക്കിലെടുക്കുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഓരോ സെഗ്മെന്റിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ പമ്പ ഈ ത്രിവേണി ഭാഗത്ത് കണ്ടെത്താ ദൂരത്തോളം തീർത്ഥാടകർ തിരക്ക് കൂട്ടി നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വടം കെട്ടി തിരിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ വടം ഇതിനു മുൻപേ കടന്നുപോയ ഒരു ഇതായിപ്പം ഷിജു എന്ന് പറയും. അതിപ്പോ ഈ വടം പോലീസുകാർ നമ്മോട് തന്നെ പറഞ്ഞിട്ട് ഈ വടം അഴിക്കാൻ പോവുകയാണ്. വലിയൊരു തിരക്ക്. കാരണം സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ, ഇത്രയും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടി കണ്ടോ. കാരണം വലിയ തോതിലുള്ള തിരക്ക്. ഈ നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. അവർ ഓടി കയറുകയാണ്. പരിശോധനാ കേന്ദ്രത്തിലേക്ക് ഓടി കയറി അവിടെ നിന്നാണ് സന്നിധാനത്തേക്ക് ഓരോ ആളുകളെയും കടത്തിവിടുന്നത്. ഇതൊരു സെഗ്മെന്റ്. ഇത് ഏറ്റവും മുമ്പിലായി നിൽക്കുന്ന സെഗ്മെന്റ് അവിടുത്തെ അവിടുത്തെ വടം അഴിച്ചതിന് ശേഷം കാണുന്ന കാഴ്ചയാണിത്. അതായത് രാവിലെ മുതൽ ഇതേ രീതിയിലുള്ള തിരക്ക് രാവിലെ മുതൽ തുടരുകയാണ്. അതിനൊപ്പം തന്നെ സന്നിധാനത്ത് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകർ ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ മകരവിളക്കാണ്. മകരവിളക്ക് ഉത്സവത്തിന്റെ ഒരു വലിയ ഒരു കാഴ്ച, ഒരു ഏറ്റവും വലിയ ദർശനം സൗഭാഗ്യം കിട്ടാൻ വേണ്ടിയാണ് ഓരോ തീർത്ഥാടകരും ഈ സമീപ ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. ആ തീർത്ഥാടകരൊക്കെയും ഒരു തവണ അല്ലെങ്കിൽ 2 തവണ സന്നിധാനത്തെത്തി ഇങ്ങനെ മടങ്ങിയ ശേഷം താഴെ പമ്പയിലേക്ക് വന്ന ശേഷം
ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ ചെലവഴിച്ച് ഈ മകരവിളക്ക് ദർശിച്ചിട്ട് പോകുന്ന കാഴ്ചയാണ് സ്വാഭാവികമായിട്ടും. അത് പോലീസുകാർക്ക് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓരോ നിമിഷവും കടന്നു വരുന്ന തീർത്ഥാടകർക്കൊപ്പം സന്നിധാനത്ത് ദർശനം പൂർത്തിയാക്കി മടങ്ങി വരുന്ന തീർത്ഥാടകർ കൂടി നിൽക്കുമ്പോൾ പമ്പയിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാലും ഇതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് വലിയ തോതിലുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ഈ മുമ്പേ നമ്മൾ കണ്ട ആ സെഗ്മെന്റിലേക്ക് വീണ്ടും തീർത്ഥാടകർ എത്തുന്ന കാഴ്ച സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ നിന്നും അടുത്ത ഒരു കൂട്ടം തീർത്ഥാടകർ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, ശബരിമലയിൽ നിന്ന് ഷാനോസ് ഡേവിഡാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും നാളെ മകരവിളക്കാണ്. മകരജ്യോതി ദർശനത്തിനായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് ക്രമീകരിക്കാൻ വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ മികച്ച സുരക്ഷാ സംവിധാനമാണ് ഇത്തവണ ഉറപ്പാക്കുന്നത് എന്ന് നേരത്തെ തന്നെ മന്ത്രി അടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു. മകരവിളക്ക് സീസണിൽ മാത്രം ശബരിമലയിൽ 78,85,65,303 രൂപയുടെ വരുമാനം. മണ്ഡലകാലത്ത് 231,55,32,6 രൂപയായിരുന്നു വരവ്. ഇപ്പോൾ ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് 78,85,65,303 രൂപ വരുമാനമുണ്ട്. 231 കോടി മണ്ഡലത്തിൽ. സന്നിധാനത്ത് മാത്രം 80,000 ഭക്തർക്ക് തങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ADGP MR അജിത് കുമാർ. സന്നിധാനത്ത് മാത്രം സുരക്ഷാ മേൽനോട്ടത്തിനായി 3 SP-മാരുണ്ട്. പ്രധാന വ്യൂ പോയിന്റുകളിൽ നേരിട്ടെത്തി മേൽനോട്ടം വഹിക്കാൻ റേഞ്ച് DIG-മാർക്ക് നിർദ്ദേശം നൽകി. നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തുമായി ദ്രുതകർമ്മസേനയ്ക്ക് പുറമെ 3000 പോലീസുകാരെയും വിന്യസിച്ചതായി MR അജിത് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. മകരവിളക്കിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കിയ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3000-ലധികം ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തുമായി വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നു. ഏത് തരത്തിലാണ് നിലവിൽ ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത്? ഈ വർഷവും വളരെ വിപുലമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് സന്നിധാനം, പമ്പ മുതലായ സ്ഥലങ്ങളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. സന്നിധാനത്ത് മാത്രം 3 SP-മാരാണ് ഡ്യൂട്ടിയിലുള്ളത്. പമ്പയിൽ ഒരാളും നിലയ്ക്കൽ 2 SP-മാരുണ്ട്. അപ്പോൾ ഏതാണ്ട് അത് കൂടാതെ തന്നെ കോട്ടയം SP, പത്തനംതിട്ട, ഇടുക്കി SP 9 SP റാങ്കിലെ ഉദ്യോഗസ്ഥരാണ് ശബരിമലയും അതിനു ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അത് കൂടാതെ തന്നെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് DIG-യും IG-യും ഇടനിലുണ്ട്. ഇപ്രാവശ്യം 13-ാം തീയതി 14-ാം തീയതി ഫുള്ളി ബുക്ക്ഡാണ്. 12-ാം തീയതി തൊട്ട് തന്നെ ആൾക്കാർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഏതാണ്ടൊരു 75% സന്നിധാനത്തിലെ ആൾക്കാർ ഫുള്ളി ഓക്കുപ്പൈഡ് ആണ്. ഇന്നും ആൾക്കാർ കയറിയിട്ടുണ്ട്. നിലയ്ക്കൽ തന്നെ വാഹനങ്ങളെല്ലാം ഫുള്ളി പാക്ഡ് ആണ്. അവിടെ പാർക്കിംഗ് സ്പേസ് തന്നെ കുറവാണ്. നമ്മൾ അത്തരം വാഹനങ്ങൾ നമ്മൾ എരുമേലിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ഭക്തജനങ്ങൾ നിലയ്ക്കലോട് ഇറക്കി വിട്ടതിന് ശേഷം തിരിച്ച് എരുമേലിയോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഐഡന്റിഫൈ ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസസിൽ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് പാർക്കിംഗ് മാനേജ് ചെയ്യുന്നത്. ദർശനത്തിലേക്ക് പുതുതായിട്ട് മുകളിലേക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ കൺട്രോൾഡ് ആണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂ ഇല്ല. വരുന്ന ആൾക്കാർ ഇവിടെ ഓൾറെഡി തങ്ങുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാരെ മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞുവിടാനും അതുപോലെ തന്നെ ഇവിടെ ഹോൾഡിംഗ് കപ്പാസിറ്റി അനുസരിച്ചുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്ത് നിർത്താനുമാണ് പോലീസ് ശ്രമിക്കുന്നത്. എത്രയധികം ആളുകൾ എത്തുമെന്നാണ് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ സന്നിധാനത്ത് മാത്രം? ഈ സന്നിധാനത്ത് ഒരു 40,000 പേർക്കുള്ള പാർക്കിംഗ് ഹോൾഡിംഗ് സ്പേസാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ലൂസ് ഫിറ്റ് ആണ്. ഒരു പക്ഷേ ഫുള്ളായിട്ട് വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു 70,000 പേർക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് 12,000-ഓളം പേര് നമ്മുടെ കണക്കനുസരിച്ച് ഇവിടെ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് വരുന്ന ആൾക്കാർ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടേ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇന്നും ഫുള്ളി ബുക്ക്ഡ് ആണ്. നിലവിലുള്ള സ്ഥിതി അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള തിരക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാർത്തകളിലേക്ക്. അടിമാലിയിൽ വഴിയിൽ നിന്ന് ലഭിച്ച മദ്യം കഴിച്ച് ഒരാൾ മരിച്ച സംഭവത്തിൽ ബന്ധു കസ്റ്റഡിയിൽ. കുഞ്ഞുമോന്റെ സഹോദരിയുടെ മകൻ സുധീഷിനെയാണ് അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുധീഷിനാണ് വഴിയിൽ നിന്നും മദ്യം ലഭിച്ചത്. ഇയാൾ ഇതിൽ വിഷം കലർത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സ്റ്റാലിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റാലിൻ, എങ്ങനെയാണ് ഈ സുധീഷിലേക്ക് പോലീസ് എത്തുന്നത്? എന്താകാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്?
ആര്യ ജനുവരി 8-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. റോഡ് വക്കിൽ നിന്നും ഒരു കുപ്പി മദ്യം കിട്ടി എന്നാണ് സുധീഷ് എന്ന് പറയുന്ന ആള് അന്ന് പറഞ്ഞത്. അത് അയാൾ മദ്യം കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളായ 3 പേർക്ക് വേണ്ടിയിട്ട് അയാൾ ഇത് കൈമാറുകയായിരുന്നു. അത് പ്രകാരം ഈ 3 പേർ ചേർന്ന്, പ്രത്യേകിച്ചും സുധീഷിന്റെ മാതാവിന്റെ സഹോദരൻ കുഞ്ഞുമോൻ ഉൾപ്പെടെയുള്ള 3 പേർക്കാണ് ഈ മദ്യം കൊടുത്തത്. ഏതായാലും മദ്യം കഴിച്ച ഉടൻ തന്നെ ഇവർക്ക് ദേഹാസ്വസ്ഥത ഉണ്ടാവുകയും കുഞ്ഞുമോനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നലെ പുലർച്ചെ കുഞ്ഞുമോൻ മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റ് മനു എന്ന് പറയുന്ന കീരിത്തോട് സ്വദേശി മനു, അതുപോലെ തന്നെ അടിമാലി സ്വദേശി ഈ അനിൽ എന്നിങ്ങനെ 2 പേർ കൂടിയായിരുന്നു അന്ന് ചികിത്സയിലുണ്ടായിരുന്നത്. അതിൽ മനുവുമായി ഈ സുധീഷിന് ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഇവര് മയക്കുമരുന്നിന്റെ ചില ബിസിനസ് ഉള്ളതായി പോലീസിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഈ സുധീഷിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ മനുവുമായിട്ടുള്ള തർക്കത്തിൽ മനുവിനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സുധീഷിന്റെ ലക്ഷ്യം. എന്നാൽ മദ്യം അധികമായി കഴിച്ചത് അദ്ദേഹത്തിന്റെ മാതൃ സഹോദരൻ തന്നെയാണ്, കുഞ്ഞുമോനാണ് കഴിച്ചത്. അതാണ് കുഞ്ഞുമോന് വളരെ പെട്ടെന്ന് തന്നെ രക്തം ഛർദ്ദിക്കുകയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്നലെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഏതായാലും ഈ സുധീഷ് വാങ്ങിയ കുപ്പിയിൽ വിഷം കലർത്തിയതിനു ശേഷമാണ് ഈ മദ്യം ഇവർക്ക് നൽകിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏതായാലും സുധീഷിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിമാലി ഈ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ശരി, സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരിയിൽ വീണ്ടും ഭക്ഷ്യസുരക്ഷാ റെയ്ഡ്. നഗരസഭയ്ക്ക് സമീപം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അധോലോകം ഈറ്റില്ലം എന്ന ഹോട്ടൽ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൂട്ടിച്ചു. കളമശ്ശേരിയിൽ പഴകിയ മാംസം പിടിച്ച സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് കെൽസ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.